ഹായ് എവ്രി വൺ, ഞങ്ങളുടെ ഹണിമൂൺ സീരീസിലെ ബാങ്കോക്ക് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇന്ന് സഫാരി വേൾഡിലേക്കാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത് നമുക്ക് പതുക്കെ ചെന്ന് കണ്ടിട്ട് വരാം. എക്സ്പ്ലോർ. ഞാനും നിങ്ങൾ ഓരോരുത്തരെയും പോലെ യൂട്യൂബ് നോക്കിയാണ് മെറൈൻ പാർക്ക് എന്താണ്, സഫാരി വേൾഡ് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. സോ ദിസ് വിൽ ബി എ കൈൻഡ് ഓഫ് റിപ്പിറ്റേഷൻ, ബട്ട് സ്റ്റിൽ വാട്ട് വി സോ ആൻഡ് വാട്ട് വി എക്സ്പീരിയൻസ്ഡ് അതാണ് ഞങ്ങൾ കാണിക്കുന്നത്. ഓരോ 30 മിനിറ്റ്സ് ബ്രേക്കിലും ഓരോ ഷോ ഉണ്ടായിരുന്നു. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഒറാങ്കുട്ടൻ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതെനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ഹൈറ്റ് ഇത്തിരി കൂടുതലായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ആ ക്ലിപ്പിങ്സ് അവിടെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. ബട്ട് എലിഫൻറ്റ് ഷോ ആദ്യം തൊട്ട് തന്നെ കാണണം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഓടിപ്പിടിച്ച് വന്ന് സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു. വാട്ട് ഐ ഫെൽറ്റ് അബൌട്ട് എലിഫൻറ്റ് ഷോ വാസ്, നമ്മൾ കേരളത്തിൽ അത്രയും തലയെടുപ്പോട് കൂടി കണ്ടുകൊണ്ടിരുന്ന ഒരു മൃഗത്തെ തായ്ലാൻഡിലെത്തിയപ്പോൾ അവർ ഭയങ്കര പൂക്കിയാക്കി കളഞ്ഞു. അതിനെക്കൊണ്ട് ഫുട്ബോൾ കളിപ്പിക്കുന്നു, അതിനെക്കൊണ്ട് ചിത്രം വരപ്പിക്കുന്നു, ഉള്ള കസർത്തുകൾ മൊത്തം കളിപ്പിക്കുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. I couldn't believe how they term this animal like this. കാരണം എന്താ വെച്ചാൽ ഒരു ആനയ്ക്ക് പോലും ചങ്ങലയോ മുറിപ്പാടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും തന്നെ എനിക്ക് നോട്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് റിയലി എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് സീയിങ് ഓൾ ദീസ്. വി എൻജോയ്ഡ് എ ലോട്ട് ഇൻ എലിഫൻറ്റ് ഷോ. നമ്മുടെ ആനകളുടെ കുട്ടി കുറുമ്പുകളും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല ഈസ് ഇറ്റ് ലൈക്ക് ബോറിങ്, പക്ഷെ ഞാനിത് എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ട് എനിക്കൊട്ടും ബോറിംഗ് ആയി തോന്നിയില്ല. ഇതൊക്കെ കാണുമ്പം ഈ ആനയുടെ പരിസരത്തേ ഞാൻ പോയില്ല, കാരണം ഇത് വെള്ളം ചീറ്റിച്ചാലോ. ബക്കറ്റും പിടിച്ച് എങ്ങോട്ടാ? ജിറാഫിന് തീറ്റ കൊടുക്കാൻ പോകും. കുത്തിയാണ് ഇരട്ടപ്പഴോ. എനിക്ക് ഇരട്ടപ്പഴം ഭയങ്കര ഇഷ്ടം. വരുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് ഷോസ് ഒരുപാട് മൃഗങ്ങളുടെ ഉണ്ടായിരുന്നെങ്കിലും ദ ഹണിമൂൺ എന്ന് പറയുന്നത് ഭയങ്കര ഈസി ഗോയിങ് ആയിട്ട് പോകേണ്ട ഒന്നായതുകൊണ്ട് ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം എന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ബാക്കി സ്ഥലങ്ങളിൽ റഷ് കുറവായിരുന്നു. തൊട്ടോ കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും. നിനക്ക് രണ്ടെണ്ണം തന്നില്ലേ? ആക്രാന്തം തന്നെ അടി. സംയമനം പാലിക്കൂ. ഈ ഫ്രെയിമിൽ നിങ്ങൾ എന്നെയോ ജിറാഫിനെയോ ഒന്നും അല്ല കാണേണ്ടത്, അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആളെയാണ്. ഇറ്റ് വാസ് ലൈക്ക് ഇന്ത്യൻ വുമൺ ആർ ഒബ്സസ്ഡ് വിത്ത് ഫോട്ടോഗ്രഫി എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് എല്ലാ ഭർത്താക്കന്മാരും ഇതിന് റെഡി ആയിട്ടിരിക്കണം. അപ്പം ഞാൻ മാത്രം കൊടുക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് മൂപ്പരെ കൊണ്ട് ഒരെണ്ണം കൊടുപ്പിച്ചു. ബട്ട് ഐ റിയലി ലവ്ഡ് ഡൂയിങ് ദിസ്. ഇറ്റ് വാസ് റിയലി ഫൺ. എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ആദ്യം, പക്ഷെ പിന്നെ അത് ശരിയായി. ഇവിടെ വരാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ കുറച്ച് പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. അറൗണ്ട് 100 ബാത്ത് എന്തോ നമ്മൾ കൊടുക്കണം. പക്ഷേ ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ ഇതുപോലെ ഒരുപാട് കാഴ്ചകൾ കണ്ടു. വെരി ബ്യൂട്ടിഫുൾ സീൻസ് നമ്മൾ കുറേ കണ്ടു. ഡോറയുടെ മാപ്പ് പോലത്തെ ഒരു മാപ്പ് ഉണ്ട്. അതിൽ നോക്കിയിട്ടാണെങ്കിൽ എവിടെയാണ് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഈ ബർമുഡ ട്രയാങ്കിൾ പോലെ പോയ സ്ഥലത്ത് തന്നെ വന്നുകൊണ്ടിരിക്കുക. നമ്മൾ പുതിയ സ്ഥലം തേടി പോവാം. ഇവിടെ പുതിയ സ്ഥലം, ഇത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. കങ്കാരു ഉണ്ട്. ഈ കങ്കാരു എന്ന് പറഞ്ഞ് പിക്ചറിൽ കാണുന്ന കങ്കാരുവിൻ്റെ അത്ര ഭംഗിയൊന്നും എനിക്ക് കങ്കാരുവിനെ കണ്ടപ്പോൾ തോന്നിയില്ല. ഓ, ഇതായിരുന്നോ കങ്കാരു എന്നാണ് എനിക്ക് ആദ്യം തോന്നിയത്. കങ്കാരുവിന് പുല്ല് വേണ്ടി പോവുകയാണ് ഞാൻ. പുറത്തുനിന്ന് കങ്കാരുവിന് പുല്ല് കൊടുക്കാനാണെങ്കിൽ 100 ബാത്ത്, അകത്തുനിന്ന് കൊടുക്കാനാണെങ്കിൽ 300 ബാത്ത്. പിന്നെ ബേബി കങ്കാരുവിനെയും കാണാം. പക്ഷേ ഞാൻ ബേബി കങ്കാരുവിനെ കാണാൻ ഓസ്ട്രേലിയയിൽ പോവാന്ന് പറഞ്ഞു. 300 ബാത്തിന് വേണ്ടി 3 ലക്ഷം മുടക്കേണ്ട അവസ്ഥയാണ്.
இந்த പുല്ലാർക്കും വേണ്ട. എല്ലാവർക്കും വേണ്ടെന്ന് തോന്നുന്നു. ആദ്യം ഇത്തിരി വിമുഖത കാണിച്ചെങ്കിലും പിന്നെ എല്ലാവരും വന്ന് കഴിച്ചു കേട്ടോ. സോ ഈ ഒരു ഫീഡിങ് ഭയങ്കര രസമുള്ള ഒരു ഏർപ്പാടായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. അങ്ങനെ തീറ്റ കൊടുത്ത് കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞാൻ മെറൈൻ പാർക്കിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ ഫുഡ് ഫീഡിങ് ആണ്. ഇത് എന്തായാലും നിങ്ങൾ വരികയാണെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. സോ ദീസ് ആർ ഗ്രേറ്റ് വൈറ്റ് ഫെലിക്കൻസ്. ഇത് കൂടുതലായും ആഫ്രിക്ക, സദേൺ ഏഷ്യൻ കൺട്രീസിലൊക്കെയാണ് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറച്ചെണ്ണം സൗത്ത് ഈസ്റ്റ് യൂറോപ്പ് ആ ഭാഗങ്ങളിലും കാണാൻ പറ്റുന്നുണ്ട്. ഇവർ കൂടുതലായും കഴിക്കുന്നത് ഫിഷാണ്. ഞാനും ഫീഡ് ചെയ്യുന്ന ഫിഷാണ്. ഇവരെല്ലാവരും വെയിറ്റ് ചെയ്യാട്ടോ. കണ്ട ഇനിയിപ്പോൾ ഞാൻ ഇറങ്ങുമ്പോൾ ഇവർ അങ്ങനെ വാദം. ഓ നൈസ് ക്യാച്ച്. നിനക്ക് എത്ര കാഴ്ചക്കാരാ നോക്ക്. കഴിഞ്ഞോ? ഓക്കെ. അതിനുശേഷം നമ്മൾ പോകുന്നത് സഫാരി വേൾഡിലേക്കാണ്. നമ്മുടെ സ്വന്തം കാറിൽ ഇരുന്നുകൊണ്ട് നമുക്ക് കാഴ്ചകൾ കാണാൻ വേണ്ടി പറ്റും. ഒരു ബന്ദിപ്പൂർ ഫോറസ്റ്റിലൊക്കെ പോകുന്ന ഒരു പ്രതീതിയാണ് ഇവരിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ആനിമൽസിനെ കാണാൻ വേണ്ടി പറ്റും. സിംഹം, ഞാൻ ആദ്യമായിട്ടാണ് സിംഹത്തിനെയൊക്കെ ഇങ്ങനെ കാണുന്നത്. ഈവൻ ഒരു സൂവിൽ പോലും എൻ്റെ ഓർമ്മയിൽ കണ്ട ഒരു ഓർമ്മ എനിക്കില്ല. ഇത് ഇത്രയും അടുത്ത് അവരുടെ ഒരു ഹാബിറ്റാറ്റിൽ ഇത് കാണാൻ പറ്റുമ്പം അത് വേറെ തന്നെ ഒരു രസമാണ്. ഈ റോറിങ് സൗണ്ട് ഞാൻ കേൾപ്പിക്കാൻ ശ്രമിക്കാം കേട്ടോ. ഇത്തിരി വയസ്സായ സിംഹമാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് വലിയൊരു പവറൊന്നുമില്ല. പിന്നെ നമ്മൾ കാറിൻ്റെ അകത്തുമാണ്. അതുപോലെ തന്നെ ഭയങ്കര ജൈജാൻറ്റിക്കായ പുലികൾ, ഒരു 4-5 എണ്ണം എങ്ങനെ ഒരേ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്നു എന്ന് എനിക്കറിയില്ല. ഇതും കാണാൻ നല്ല രസമാണ്. ഈ ഷോട്ട് നല്ല രസമില്ലേ? ഞാനിങ്ങനെ പറഞ്ഞെടുപ്പിച്ചതാണ്. അതിപ്പം വാ തുറക്കും, അത് എടുക്കണം കേട്ടോ. ഈ ബീൻ ബാഗ് പോലെ കുട്ടി കുട്ടി ഉണ്ടകൾ അടുക്കി വെച്ചിരിക്കുന്നത് ദീസ് വെയർ ബെയർസ്. ഞാൻ ചെറുപ്പത്തിൽ കേട്ടിരിക്കുന്ന കുറേ കഥകളിൽ മെയിൻ ക്യാരക്ടറായിരുന്നു ബെയർ. ഇവിടെ നമുക്ക് ഫീഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, ബട്ട് വി ഡിഡ്ന്റ് ഡു ദാറ്റ്. അതിനുശേഷം ഞങ്ങൾ നേരെ പോയി ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുക ചെയ്തത്. ആൻഡ് ദ റൂം വാസ് റിയലി കോസി. പിന്നെ ഞങ്ങളൊന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം രാത്രി ചൈന ടൗണിൽ പോയി. ഭയങ്കര മഴയായിരുന്നു. വി കുഡൻ ടേക്ക് മോർ വീഡിയോസ്. ഞങ്ങളെല്ലാവരെയും പോലെ യൂട്യൂബ് കണ്ടിട്ട് വാങ്ങിച്ചതാണ് എഗ് കസ്റ്റേർഡ്. ഇതാണ് എന്ത് ബണ്ണാന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് എഗ് കസ്റ്റേർഡ് എന്നാണ് ഇതിൻ്റെ ഫ്ലേവർ. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ലതാണ്. സോ ടുഡേ ഇസ് ഡേ 2 at Bangkok. സോ നമ്മളിപ്പോൾ ഉള്ളത് ഗോൾഡൻ ബുദ്ധയിലാണ്. ഇത് ബാങ്കോക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടെമ്പിളാണ്. ഇവിടെ ഭയങ്കര മഴയായതുകൊണ്ട് നമ്മൾ കുടയൊക്കെ എടുത്താണ് പോകുന്നത്. ഇവിടെ ഡ്രസ് കോഡ് ഉണ്ട് കേട്ടോ. നമ്മൾ ഷോർട്സ് ഒന്നും ഇട്ട് വരാൻ പറ്റില്ല. പിന്നെ ഫുൾ കവർ ചെയ്തിട്ടൊക്കെ വരണം ലേഡീസ്, അങ്ങനെയൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് വലിയ കുഴപ്പമില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. മുട്ട് വരെ കവർ ചെയ്താൽ മതി. The Golden Buddha, it is around 200 years old and it is fully covered with solid gold. വേറൊരു സ്പെഷ്യാലിറ്റി പറയുന്നത് മാരവിജയ ആറ്റിറ്റ്യൂഡ്, അതായത് ഒരു കൈ ലാപ്പിലും ഒരു കൈ റിലാക്സ്ഡും ആയിട്ടുള്ള രീതിയിലാണ് ബുദ്ധ ഇരിക്കുന്നത് ഈ സ്റ്റാച്യൂവിൽ. നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി പറ്റും. വി ആർ അറ്റ് ആ ഫൈനൽ ഡെസ്റ്റിനേഷൻ കോൾഡ് മാർബിൾ ബുദ്ധ അല്ലെങ്കിൽ മാർബിൾ ടെമ്പിൾ. ഈ ഒരു ടെമ്പിളിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ റൂഫ് കൺസ്ട്രക്ഷനാണ്. ഇറ്റ് ഈസ് കോൾഡ് ഓർണേറ്റ് സ്റ്റൈൽ ഓഫ് ബാങ്കോക്ക് കൺസ്ട്രക്ഷൻ. ഇതൊരുമാതിരി ഹിസ്റ്ററി ക്ലാസ് പോലെയൊക്കെ ആയി പോകുന്നുണ്ടല്ലേ.
ബട്ട് സ്റ്റിൽ ദ പ്ലേസ് വാസ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് സെറീൻ. ഞാനാണ് അവിടെ ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്രയും രസമായിരുന്നു. എൻ്റെ കൺസ്ട്രക്ഷൻ ആണെങ്കിലും നടക്കാനുള്ള സ്ഥലമാണെങ്കിലും ക്ലൈമറ്റ് ആണെങ്കിലും ചെറിയൊരു മഴയൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. സോ വി എൻജോയ്ഡ് അവർ ഹണിമൂൺ ടു ദ ബെസ്റ്റ്. ഈ വീഡിയോ ഒരു ട്രാവൽ ഗൈഡ് വീഡിയോ ഒന്നല്ലായിരുന്നു. ഞങ്ങൾ കണ്ട കാഴ്ചകൾ നിങ്ങളെയും കൂടെ ഡോക്യുമെൻ്റ് ചെയ്ത് കാണിച്ചു എന്നത് മാത്രമേ ഉള്ളൂ. വിത്ത് ദിസ് വി ആർ കമ്മിങ് ടു ആൻ എൻഡ് ഓഫ് അവർ ഹണിമൂൺ. അപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരും കഴിച്ച ആൾക്കാരും നിങ്ങളുടെ പാർട്ട്ണറിനെ കൂട്ടി ഒരു കുട്ടി ട്രിപ്പ് പ്ലാൻ ചെയ്യുക. അപ്പോൾ കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് വരുന്ന പോലെ എനിക്ക് തോന്നി. ബൈ ആൻഡ് സ്റ്റേ ട്യൂൺഡ്.